പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ഒരു ആശീർവാദം പോലെയാണ്. ആര് സ്വീകരിക്കുന്ന അവരുടെ മേൽ കർത്താവിന്റെ ഒരു ധൈര്യം ആവസിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ സഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാനങ്ങൾ, അതേപോലെ തന്നെ ഏകദിന ശുശ്രൂഷകൾ, റെക്കോർഡിംഗ് ശുശ്രൂഷകൾ, അച്ഛൻ നല്ല ശുശ്രൂഷ തിരക്കിലാണ്. അപ്പം നിങ്ങളോട് സ്നേഹവും പ്രാർത്ഥനയും അന്വേഷണവും എല്ലാം അറിയിച്ചിട്ടുണ്ട്. എല്ലാം കയ്യോടെ നേരിട്ട് ഏൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് കർത്താവ് സ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് യേശയ്യാ പ്രവചനത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യപ്രകാരം ദൈവമായ കർത്താവിനെ പരിശുദ്ധനായി കണ്ട് ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഓ കർത്താവേ, ഓ ബലവാനേ, ഓ അമർത്യനേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനേ, അമർത്യനേ, പരിപാലകനേ, സർവശക്തനേ, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനേ, അമർത്യനേ, പരിപാലകനേ, സർവശക്തനേ. കൈകളടിച്ച് ദൈവത്തിന്റെ ചൈതന്യമേ, ദൈവം തന്നെ ആയവനെ ആരാധന, ആരാധന. ദൈവത്തിന്റെ ചൈതന്യമേ, ദൈവം തന്നെ ആയവനെ ആരാധന, ആരാധന. കൈകൾ ഉയർത്തി കൈയടിച്ച് പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിനെന്നെന്നും ആരാധന, ദൈവാത്മാവിനെന്നെന്നും ആരാധന. കണ്ണുകൾ അടച്ച്
കരങ്ങൾ തുറന്ന് പിടിച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തരും മേലും സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെടുന്ന പരിശുദ്ധ റൂഹായേ, ഞങ്ങൾ ഓരോരുത്തരിലും വന്ന് നിറയണമേ. ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ. എന്നിൽ നിറയുന്നവനെ, എന്നിൽ വസിക്കുന്നവനെ, എന്നെ കാക്കുന്നവനെ ആരാധന. എന്നിൽ നിറയുന്നവനെ, എന്നിൽ വസിക്കുന്നവനെ, എന്നെ കാക്കുന്നവനെ ആരാധന. എന്നിൽ ശക്തിയായി അഭിഷേകമായി വരണേ, എന്നിൽ ശക്തിയായി അഭിഷേകമായി വരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാം കൃപയും നീ തരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാം കൃപയും നീ തരണേ. കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല 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 ഹല. അതരം തുറന്ന് സ്തുതിക്കുകയാണ്, മനസ്സ് തുറന്ന് ആരാധിക്കുകയാണ്, വലിയ സമൂഹത്തിനോട് ചേർന്ന് ആരാധിക്കുന്നു. ഓ വെളിപാടിന്റെ പുസ്തകത്തിൽ കേൾക്കപ്പെട്ടതുപോലെ പെരുവെള്ളത്തിന്റെ ഇരമ്പൽ പോലെ, തിരമാലയുടെ അലറൽ പോലെ, കൊടുങ്കാറ്റിന്റെ ആരവം പോലെ ആരാധിക്കുകയാണ്. ആരാധന 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 ആരാധന. ആരാധിക്കുന്ന സമൂഹത്തിന്റെ മേൽ അവിടുന്ന് അത്ഭുതകരമായി ശക്തി വെളിപ്പെടുന്ന വചനം നിറവേറട്ടെ. ഓ കർത്താവേ, ആരാധന. ഒരുമിച്ച് ഉറക്കെ ആരാധന ആരാധന. അനേക ഹൃദയങ്ങളിലേക്ക് ദൈവിക സാന്നിധ്യം വന്ന് നിറയുന്ന ഭാഷാപരങ്ങളുള്ളവർ ഭാഷാപരങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു. ചങ്ങലകൾ ഈശോയുടെ നാമത്തിൽ അഴിയട്ടെ. ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തിന്റെ മേൽ നാളുകളായിട്ട് പിശാച് കെട്ടിരിക്കുന്ന ബന്ധനങ്ങൾ കുട്ടഴിഞ്ഞ് കുട്ടികൾ സ്ഥാപിക്കട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവ് നൽകിയ കൃപ ഉള്ളിൽ സ്വീകരിച്ച് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മനസ്സ് ദുർബലമാക്കുന്ന 3 കാര്യങ്ങൾ. ലൂക്കായുടെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൻ്റെ 34 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. Gospel of St. Luke chapter 21 verse 34 to 36 നമുക്ക് വായിക്കാം, ചേർന്ന് വായിക്കാം. സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ
ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്തു ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറച്ച് ലോങ് ആയിട്ടുള്ള വചനമാണ്, എങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കതിൻ്റെ മനനം ചെയ്യാം. എൻ്റെ സഹോദരങ്ങളെ, വചനം വെളിപ്പെടുത്തുകയാണ്, സുഖലോലപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും പല സാഹചര്യങ്ങളിലും മനുഷ്യരെ പരസ്പരം ശക്തിപ്പെടുത്താൻ പറയുന്ന ഒരു പദപ്രയോഗമാണ് മനസ്സിൻ്റെ ബലം കളയരുത്. മനസ്സിൻ്റെ ബലം പോയ എല്ലാം പോയി. ഒരുപക്ഷെ ചില കഠിനമായ രോഗത്തിൽ അകപ്പെട്ട മനുഷ്യരോട് പറയായിരിക്കും, സംഗതിക്ക് ശേഷം നിന്റെ മനസ്സിൻ്റെ ബലം കളയാതിരുന്നാൽ മതി, ഇത് പിടിച്ചു വരാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ പറയാം അദ്ദേഹം പെട്ടെന്ന് പോകാൻ കാരണം മനസ്സിന് ധൈര്യം ഇല്ലാതെ പോയി. മനസ്സിൻ്റെ ബലം കൊണ്ട് മനസ്സ് ദുർബലമാണ്. ജീവിതത്തിൽ ഒരു പ്രത്യേകമായൊരു പ്രതിസന്ധി വന്ന് അപ്പോൾ മനസ്സ് ദുർബലമാണ്, പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേറെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ടത്തെ തലമുറകളും ഇന്നത്തെ തലമുറകളും തമ്മിലുള്ള വ്യത്യാസം എന്താ? പണ്ടത്തെ തലമുറയിലെ ആൾക്കാർക്ക് മനസ്സിന് നല്ല ബലമാണ്. ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രശ്നം വന്നാലും അതിനെയെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് കരുത്ത് നേടിക്കൊണ്ട് അതിനെല്ലാം അതിജീവിച്ച് പോകാനായിട്ടുള്ള ഒരു വലിയ ദൈവകൃപ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ തലമുറകൾ കഴിഞ്ഞ് വരുന്തോറും പലപ്പോഴും മനസ്സിൻ്റെ ബലം കുറയുകയാണ്. നിസാര കാര്യത്തിന് ചിലപ്പോൾ ജീവിതം അവസാനിപ്പിച്ച് കളയും. ഒരു പ്രതിസന്ധി എടുക്കാൻ പറ്റുന്നില്ല, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി ആകെ തളർന്നു പോവുകയാണ്, പിന്നെ ഒന്നുമില്ല, ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് ജീവിതം മാറ്റപ്പെടുന്ന അവസ്ഥകൾ കാണാൻ ഇടവന്നിട്ടുണ്ട്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, മനസ്സിൻ്റെ ബലം കളയുന്ന 3 കാര്യങ്ങൾ, നമ്മുടെ മനസ്സിനെ ദുർബലമാക്കി കളയുന്ന 3 കാര്യങ്ങൾ ലൂക്കാ സുവിശേഷങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാമത്തേതാണ് സുഖലോലുപത, രണ്ടാമത്തേതാണ് മദ്യാസക്തി, മൂന്നാമത്തേതാണ് ജീവിത വ്യഗ്രത. ഇതിൽ ആദ്യത്തേതായ സുഖലോലുപതയെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. സുഖലോലപത നമ്മുടെ മനസ്സിനെ ദുർബലമാക്കി കളയും. സുഖലോലപത വരുംതോറും നമ്മുടെ മനസ്സ് ദുർബലമായിക്കൊണ്ടിരിക്കും. സുഖലോലപത വരുംതോറും ആത്മീയ വീര്യം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. സുഖലോലപത വരുംതോറും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് പോരും എന്നെല്ലാം വചനം നമുക്ക് സൂചന തരുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു സിമ്പിൾ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, നാട്ടിലെ തേക്കിനാണോ കാട്ടിലെ തേക്കിനാണോ കാതൽ കൂടുതൽ? നമ്മുടെ നാട്ടിൽ തേക്കെല്ലാം വെച്ച് പിടിപ്പിച്ച് അതിന് വെള്ളം ഒഴിക്കണ്ട, പല കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷെ കാട്ടിൽ വരുന്ന തേക്കന് അതിനൊരു സൗകര്യങ്ങളും ഇല്ല, ഒരു സംഗതിയില്ല, പക്ഷെ അതിനായിരിക്കും കാതൽ കൂടുതൽ. ഞാൻ ഓർക്കാണ്, ഒരു സ്ഥലത്ത് കുറെ കപ്പളം ഒരു സ്ഥലം നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നാര് നടാതെ ഒരു കപ്പളം തന്നെ ഒരു കാട്ടിൻ്റെ സൈഡിൽ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് കാറ്റ് വീശി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടതാണ്, നമ്മൾ നട്ടുപിടിപ്പിച്ച കപ്പളം മുഴുവൻ പെട്ടെന്ന് താഴേക്ക് പോയി. എന്നാൽ ആ തന്നെ മുളച്ച് വന്ന കപ്പളം ഉണ്ടല്ലോ, അത് പിടിച്ചു നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സൗകര്യം കൂടും തോറും സുഖലോലപതയ്ക്ക് വേണ്ടിയിട്ടുള്ള വഴികൾ വർദ്ധിക്കും തോറും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, ബലം കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്, ദൈവാനുഭവം കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ദുർബലമായതിനെ ശക്തിപ്പെടുത്തുമെന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദുർബലമായതിനെ ശക്തിപ്പെടുത്താൻ മാർഗമാണ് സുഖലോലപതയുടെ വഴികൾ അവസാനിപ്പിച്ച് കൊണ്ടുവരണം. റോമ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 12-13 തിരുവചനങ്ങൾ, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അഭിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രകാശത്തിന്റെ പ്രവർത്തികൾ ചെയ്യാം. എന്നിട്ട് പറയാണ്, അന്ധകാരത്തിന്റെ പ്രവർത്തികൾ നമുക്ക് അവസാനിപ്പിക്കാം. എന്നിട്ട് ഈ അന്ധകാരത്തിന്റെ പ്രവർത്തികളെ ലിസ്റ്റിൽ ആദ്യം വെച്ചിരിക്കുന്നതാണ് സുഖലോലുപത, മദ്യാസക്തി.
എന്താണ് അന്ധകാരത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? അന്ധകാരത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ചില രംഗങ്ങൾ എടുത്താൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു ഉദാഹരണം പറയാം. അതായത് ഈശോയും അപ്പസ്തോലന്മാരും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ പെസഹ കൂട്ടായ്മയിൽ നിന്ന് യൂദാസ് എഴുന്നേറ്റ് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോയി. അടുത്ത വാക്കെന്താ? പുറത്ത് അന്ധകാരമായിരുന്നു. അവിടെ അന്ധകാരം എന്ന് പറഞ്ഞാൽ അവൻ പിശാചിന്റെ വായിലോട്ടാണ് പോയത്, പിശാചിന്റെ കൂട്ടിലോട്ടാണ് പോയത്, പാപത്തിന്റെ അവസ്ഥകളിലേക്കാണ് ഇറങ്ങിപ്പോയത് എന്നുള്ളതാണ് വചനത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത്. അതുകൊണ്ട് അന്ധകാരത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പാപത്തിന്റെ പ്രവൃത്തിയാണ്. അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിക്കാമെന്ന് പറഞ്ഞാൽ പിശാചിന്റെ പ്രവൃത്തികൾ പരിത്യജിക്കാം എന്നാണ് വചനപ്രകാരം അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, സുഖലോലപത നമ്മുടെ മനസ്സിന് കരുത്ത് കുറച്ച് കളയും. ഇപ്പം നമ്മൾ വായിച്ചു കേട്ട ലൂക്ക 21 അവസാനം കിടക്കുന്ന എങ്ങനെയാ? മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ കരുത്ത് ലഭിക്കാൻ വേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ട് കരുത്ത് പ്രാപിക്കാനാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ വളരെ ശക്തമായി നല്ല കരുത്തോടെ പ്രവർത്തിച്ച ചില വ്യക്തികളുണ്ട്. ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. അതായത് സ്നാപക യോഹന്നാൻ. എന്താണ് സ്നാപക യോഹന്നാന്റെ പ്രത്യേകത? സ്നാപക യോഹന്നാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സുഖലോലപതയുടെ വഴി അല്ലായിരുന്നു, മറിച്ച് പരിഹാരത്തിന്റെ വഴിയായിരുന്നു. ദുർഘടമായ വഴിയായിരുന്നു. മരുഭൂമി, കഷ്ടപ്പാട്, എല്ലാ തരത്തിലുള്ള ഞെരുക്കവും. എൻ്റെ സഹോദരങ്ങളെ, സ്നാപക വളരെ കരുത്തനായിരുന്നു. പഴയ നിയമത്തിൽ സാംസന്റെ ചരിത്രം പഠിക്കുക. സാംസന്റെ ചരിത്രത്തിൽ സാംസൺ ബലഹീനമായിട്ട് വീണ് പോകുന്നതിന് മുമ്പുള്ള സാംസന്റെ ചരിത്രത്തിൽ സാംസൺ നാസിർ വ്രതമെടുത്ത് വീഞ്ഞോ ലഹരിപാനീയങ്ങളോ ഉപയോഗിക്കാതെ അതുപോലത്തെ ഞെരുക്കത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോയപ്പോൾ സാംസനെ പോലെ കരുത്തനായ മറ്റൊരു ന്യായാധിപനുണ്ടോ ബൈബിളിൽ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മരുഭൂമി ഉപവാസത്തിന് ശേഷം വലിയ ആത്മാവിന്റെ അഭിഷേകത്തോടെ മുന്നോട്ട് പോയി എന്നല്ലേ വചനം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ശരീരമുണ്ട്, നമുക്ക് മനസ്സുണ്ട്, നമുക്ക് ആത്മാവുണ്ട്. അതിൽ നമ്മുടെ ആത്മാവാണ് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും കൺട്രോൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് വചന റോമാലേഖനത്തെ പഠിപ്പിക്കുന്നത്, ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവ് കൊണ്ട് നിഹനിക്കണം. അനിഹിലേറ്റ്, ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവ് കൊണ്ട് നിഹനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്ക് ഇത് നമ്മുടെ ചെറുവിരൽ ശരീരമാണെന്ന് കരുതുക, ഈ വിരല് നമ്മുടെ മനസ്സാണെന്ന് കരുതുക, ഈ വിരല് നമ്മുടെ ആത്മാവാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവാണ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും കൺട്രോൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മുടെ ശരീരം കയറി കൺട്രോൾ ചെയ്യും, ചിലപ്പോൾ നമ്മുടെ മനസ്സ് കയറി കൺട്രോൾ ചെയ്യും. ശരീരം കയറി കൺട്രോൾ ചെയ്യുമ്പോൾ സിൻ ഇൻ ആക്ഷൻ, പാപത്തിന്റെ പ്രവൃത്തിയായി. മനസ്സ് ചിലപ്പോൾ കൺട്രോൾ ചെയ്യുമ്പോൾ ഫാൻറ്റസിയായി, ഭാവനയായി, ചിന്തകളായി, അല്ല അങ്ങനത്തെ ചില അവസ്ഥകളിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മുടെ ആത്മാവ് പലപ്പോഴും ശരീരത്തെയും മനസ്സിനെയും കൺട്രോൾ ചെയ്യാത്തത്? അതിന് കാരണം ഈ ആത്മാവിന് പലപ്പോഴും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും കൺട്രോൾ ചെയ്യാനുള്ള, നിയന്ത്രിക്കാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് ആത്മാവ് ശക്തി പ്രാപിക്കുന്നത്? ശരീരത്തിന്റെയും മനസ്സിന്റെയും ആഗ്രഹങ്ങള് എപ്പോൾ വേണ്ട എന്ന് വെക്കുന്നു, അപ്പോൾ ആത്മാവ് ശക്തിപ്പെടുകയാണ്. സ്നാപക യോഹന്നാൻ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, മനസ്സിന്റെ ആഗ്രഹങ്ങൾ വേണ്ടാന്ന് വെച്ച് മരുഭൂമിയിൽ ശക്തി പ്രാപിക്കുകയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഖലോലപതയുടെ പ്രത്യേകത എന്താ? സുഖലോലപതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആത്മാവിന് ശക്തി കുറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കുമെന്നറിയോ? യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 5-ാം തിരുവചനം, സെന്റ് ജെയിംസ് ചാപ്റ്റർ 5:5, നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വ സുഖലോലുപരായി ജീവിച്ചു, കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് സമ്പത്ത് വിനിയോഗിക്കാത്ത ധനവാന്മാരെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ ആഡംബരപ്രിയ പോലെ നിങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ആഡംബരത്തിൽ സുഖലോലപതയിൽ ജീവിതം ചെലവഴിച്ചു. ഇത് എവിടെ കൊണ്ട് എത്തിക്കുമെന്നറിയോ? കൊലയുടെ ദിവസത്തിലേക്ക്, ന്യായവിധിയിലേക്ക്, അതിലേക്ക് കൊണ്ട് എത്തിക്കുമെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്.
അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷം പഠിപ്പിക്കുന്നത് സുഖലോലുപതയുടെ വഴി വെടിയണം. കാരണം മനുഷ്യപുത്രന് മുമ്പിൽ കരുത്ത് ലഭിക്കാൻ വേണ്ടി അത് ഉപേക്ഷിക്കണം, പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കണം. അതിന്റെ അർത്ഥം എന്താ? സുഖലോലുപത വന്നാൽ പ്രാർത്ഥന കുറയും എന്നല്ലേ അതിന്റെ അർത്ഥം? ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിന്റെ 17-ാം തിരുവചനം, ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 21 വേഴ്സ് 17, സുഖലോലഭൻ ദരിദ്രനായി തീരും. ഒരുപക്ഷേ അവിടെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഭൗതിക ദാരിദ്ര്യത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആത്മീയ അർത്ഥത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, സുഖലോലഭന്റെ ജീവിതത്തിൽ ആത്മീയ ദാരിദ്ര്യം, അത് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുഖലോലഭതയുടെ വഴിയെ പോകും തോറും, എളുപ്പ വഴിയെ പോകും തോറും ആത്മീയമായി ശുഷ്കിച്ച് പോവുകയാണെന്ന് തിരിച്ചറിയണം. മരുഭൂമി പിതാക്കന്മാർ, ഡെസേർട്ട് ഫാദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗണം തന്നെ സഭയിലുണ്ട്. അവരൊക്കെ ഈ സുഖലോലഭതയുടെ വഴി വെടിഞ്ഞ് മറ്റൊരു വഴിയെ പോവുകയാണ്. തിമോത്തിയോസ് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവചനം, സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ മുഴുകിയിരിക്കുന്ന, ജഡിക സുഖങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ചില വ്യക്തികളെ കുറിച്ചുള്ള വചനഭാഗമാണത്. സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുക തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ആ വ്യക്തിന് ആത്മാവ് മരവിച്ചു കഴിഞ്ഞു, ആത്മീയ മരണം സംഭവിച്ചു കഴിഞ്ഞു, ആത്മാവിൽ ഉണർവില്ല, ആത്മാവിന് കരുത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അനുതാപം കിട്ടുന്നില്ല, കൃപയുടെ വഴിയിലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലൂക്കാസ് സുവിശേഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കേട്ടു, അതൊരു കെണി പോലെ ആയിരിക്കും, അല്ലെ? ഒരു കെണി പോലെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, സുഖലോലഭതയുടെ വഴി, പാപത്തിന്റെ വഴി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നതെന്ന് പറയുന്നത് ആത്മീയ കാര്യങ്ങളെല്ലാം ബ്ലോക്കായി വേണ്ടി തുടങ്ങും. ഹോസിയ പ്രവചനത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനം, അവിടെ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവർ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർബോധം അവരിൽ കുടികൊള്ളുന്നു, അവർ കർത്താവിനെ അറിയുന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഖലോലഭതയുടെയും പാപത്തിന്റെയും വഴി വന്നാൽ പിന്നെ ആത്മീയ കാര്യങ്ങൾക്ക് അനുഭവം ഉണ്ടാകുകയില്ല, ദൈവത്തെ അറിയാൻ പറ്റിയല്ല, ദൈവത്തെ അനുഭവിക്കാൻ പറ്റിയല്ല. ഒരു കുഷ്ഠരോഗിയുടെ കാലിൽ ചൂടുവെള്ളം വീണാൽ കുഷ്ഠരോഗിക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടാവുമോ? അറിയില്ല, ഒരനുഭവം ഇല്ല. എന്ന് പറയുന്നത് പോലെയാണ് വചനം കേട്ടാലും പ്രാർത്ഥനയ്ക്ക് പോയാലും ആത്മീയ ശുശ്രൂഷ സംബന്ധിച്ചാൽ യാതൊരു അനുഭവം കിട്ടിയല്ല. വചനം വായിക്കുമ്പോഴത്തെ സ്ഥിതിയും അങ്ങനെ തന്നെ. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 3-4 തിരുവചനങ്ങൾ, 2 Corinthians chapter 4 verse 3 and 4, ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയാ, ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വചനം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. കാരണം ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സിനെ, ആത്മാവിനെ അന്ധമാക്കി കളഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിന്റെ ദേവൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ സ്വാധീനം, സുഖലോലുപതയുടെ വഴി, പാപത്തിന്റെ സ്വാധീനം, വചനം കേൾക്കാൻ പറ്റാത്ത വിധം അന്ധമാക്കി കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനത്തിൽ ഇതേ കാര്യം ആവർത്തിച്ച് മറ്റൊരു തരത്തിൽ പറയുന്നുണ്ട്. റോമ 8:7 ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ സുഖലോലഭതയുടെ വഴി പതുക്കെ ജഡികതയെ കൊണ്ടുപോയി ചാടിക്കും. എന്നിട്ട് പറയാണ്, ആ ജഡിക പ്രവണതകളെ ആത്മാവ് കൊണ്ട് നിഹനിക്കുന്നവനാണ് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കണം, വളരെ ഗൗരവത്തിൽ എടുക്കണം. നമുക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നമ്മുടെ പരിശ്രമം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡംബരത്തിൽ ജീവിക്കാനുള്ള നമ്മുടെ ആഗ്രഹം,
സമ്പത്തെല്ലാം ദുർവിനിയോഗം ചെയ്യുന്ന അവസ്ഥ, ആഡംബരത്തിന് വേണ്ടി ചെലവഴിക്കുന്ന അവസ്ഥ, ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന അവസ്ഥ, ഇങ്ങനത്തെ ഓരോ തരത്തിലുള്ള സുഖലോലുപത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സ് ദുർബലമായിക്കൊണ്ടിരിക്കും, ആത്മാവിന് ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും, കർത്താവിൽ നകന്നുകൊണ്ടിരിക്കും, പ്രാർത്ഥന മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതാണ് ലൂക്ക 21:36. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്തു ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരുത്തു ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ആ പ്രാർത്ഥന നടക്കണമെന്നുണ്ടെങ്കിൽ സുഖലോലുപതയുടെ വഴി വെളിയണം. എപ്പോഴും ആത്മാവ് ശക്തി പ്രാപിക്കുള്ളൂ. അതാണ് കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ CCC 736 പഠിപ്പിക്കുന്നത്. ദ മോർ വി റിനൗൺസ് ourselves the more we walk by the spirit എന്ന് പറഞ്ഞാൽ ലോകത്തെ എത്രമാത്രം ഉപേക്ഷിക്കുന്നുവോ അത്രയും ആത്മാവിന്റെ ശക്തി കൂടുതലായിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെയാണ് തിരിച്ചു പറഞ്ഞാലോ, ലോകം എത്രമാത്രം നമ്മളുള്ളിലേക്ക് കയറി വരുന്നോ അത്ര ആത്മാവിന്റെ ശക്തി കുറഞ്ഞിരിക്കും. ഇതാണ് ലൂക്കാ സുവിശേഷകൻ പറയുന്നത്. അതായത് സുഖലോലപത വന്നു കഴിയുമ്പോൾ ആത്മാവിന്റെ കരുത്ത് കുറയും. അപ്പൊ നാഥന് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കാതെ പോകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ വചനവും കർത്താവ് നമുക്ക് തരുമ്പോൾ ഒരു പ്രവർത്തിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ വചനവും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹൃദയത്തിലൊരു പ്രവർത്തനം നടക്കണം, ഒരു വ്യത്യാസം വരുത്തണം, ഒരു മാനസാന്തരം വരണം, ഒരു തിരിച്ചു നടപ്പ് നടക്കണം. അതുകൊണ്ട് ഈ വചനം കേട്ടങ്ങുന്ന ഓരോരുത്തരോടും സ്നേഹപൂർവ്വം പരിശുദ്ധാത്മാവിൽ ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം സുഖലോലുപതയുടെ ഓരോരോ മാർഗങ്ങൾ, അത് വസ്തുക്കളാകാം, സാഹചര്യങ്ങളാകാം, വ്യക്തി ജീവിതത്തിലുള്ള പല കാര്യങ്ങളും ഒഴിവാക്കി ഈശോ വിളിക്കുന്ന ദുർഘട വഴിയെ നടക്കാൻ ഓരോരുത്തർക്കും കർത്താവ് കൃപ തരട്ടെ. യാക്കോബ് ശ്രീകൃത ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 4-ാം തിരുവചനം, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്, നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തോടുള്ള മൈത്രി, സുഖലോലുപതയുടെ ആഗ്രഹം, ലോകമോഹങ്ങളുടെ പിന്നാലെയുള്ള ഓട്ടം ദൈവത്തോടുള്ള ശത്രുതയായി രൂപാന്തരപ്പെട്ടു. അതുകൊണ്ട് ഈശോ മിശിഹ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചു, ഇതാ ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് വചനം കേട്ട് കർത്താവിനുബൽ ആരാധനയ്ക്ക് അണിഞ്ഞിരിക്കുന്ന ഓരോ ഹൃദയങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ലോകത്തോടുള്ള ചില മോഹങ്ങൾ, ചില ആഗ്രഹങ്ങൾ, അതെന്ത് തന്നെ ആകട്ടെ, ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അതിനുവേണ്ട ധൈര്യം കർത്താവ് തരട്ടെ, അതിനുവേണ്ട കൃപ കർത്താവ് തരട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേൽ ഇന്ന് രാത്രി, ഇന്ന് ഇപ്പോൾ കർത്താവ് അത്ഭുതകരമായി ഇടപെടും. കരങ്ങൾ തുറന്നു പിടിച്ച് ഉള്ളുരുകെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതേകണമേ. പരിശുദ്ധാത്മാവേ, 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 ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതേകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, പാപം ഉപേക്ഷിച്ച് കർത്താവിനെ ആരാധിക്കുന്നവരുടെ മേൽ വലിയ അത്ഭുതകരമായ കൃപകൾ ഒഴുകട്ടെ. അന്ധകാര പീഡകൾ വിട്ടൊഴിയട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, പൈശാചിക പീഡകൾ ഒഴിഞ്ഞു പോകട്ടെ, നാളുകളെ തടസ്സങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഓ കർത്താവേ, നാളുകളായി ഒന്നും ചെയ്യാൻ പറ്റാതെ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ തുറക്കപ്പെടട്ടെ. നാളുകളായി മുന്നോട്ട് പോകാൻ പറ്റാതെ കഷ്ടപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ, യേശുവേ